Assalamualaikum, welcome back to the channel. ഇന്ന് നമ്മൾ +1 ബയോളജിയിലെ ചാപ്റ്റർ 2 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ബയോളജി എന്നുള്ള സബ്ജക്ട് നീറ്റിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ബയോളജിയിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് സ്റ്റുഡൻസ് പറയാറുള്ളത് എക്സാമ്പിൾസ് ആണ്. ഈ എക്സാമ്പിൾ നമുക്ക് ചെറിയ ചെറിയ സിമ്പിൾ ട്രിക്സിലൂടെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. നമുക്കറിയാം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗൈ, മോസ്റ്റ് എസ്പെഷ്യലി അതിന്റെ എക്സാമ്പിൾസ്. സോ ഓരോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗൈ അതിന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ എക്സാമ്പിൾസും ഏതാണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗൈ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫൈക്കോമൈസിറ്റ്സ്, ആസ്കോമൈസിറ്റ്സ്, ബെസിഡിയോമൈസിറ്റ്സ് ആൻഡ് ഡ്യൂട്ടറോമൈസിറ്റ്സ്. നമുക്ക് ഇവരുടെ കോമൺ നെയിംസും അറിയുന്നത് ഏറ്റവും നല്ലതാണ്. ഫൈക്കോമൈസിറ്റ്സ് ആൽഗൽ ഫംഗൈ, ആസ്കോമൈസിറ്റ്സ് സാക് ഫംഗൈ, ബെസിഡിയോമൈസിറ്റ്സ് ബ്രാക്കറ്റ് ഫംഗൈ, ഡ്യൂട്ടറോമൈസിറ്റ്സ് ഇംപെർഫെക്റ്റ് ഫംഗൈ. നീറ്റിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് എന്തുകൊണ്ടാണ് ഡ്യൂട്ടറോമൈസിറ്റ്സിനെ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡ്യൂട്ടറോമൈസിറ്റ്സിന് സെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യാനുള്ള കഴിവില്ല, അതുകൊണ്ടാണ് ഡ്യൂട്ടറോമൈസിറ്റ്സിനെ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗൈ അതിന്റെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് കോഡിലോട്ട് പോകാം. ഫസ്റ്റ് വൺ ഫൈക്കോമൈസിറ്റ്സ്, എക്സാമ്പിൾ റൈസോപ്പസ്, ആൽബുകോ, മ്യൂക്കർ. സെക്കൻഡ് വൺ ആസ്കോമൈസിറ്റ്സ്, എക്സാമ്പിൾ ആസ്പെർഗില്ലസ്, ന്യൂറോസ്പോറ, ക്ലാവിസെപ്സ്, മോറൽസ് ആൻഡ് ട്രഫിൾസ്. മോറൽസ് ആൻഡ് ട്രഫിൾസ് എഡിബിൾ ഫംഗൈ ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ന്യൂറോസ്പോറ ആണ്. ന്യൂറോസ്പോറ ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക് വർക്ക്. ഇത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ, ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇതാണ്. നെക്സ്റ്റ് വൺ ബെസിഡിയോമൈസിറ്റ്സ്, എക്സാമ്പിൾസ് പക്സീനിയ, പഫ് ബോൾ, അസ്റ്റിലാഗോ, അഗാരിക്കസ്. നെക്സ്റ്റ് ഡ്യൂട്ടറോമൈസിറ്റ്സ്, എക്സാമ്പിൾസ് ഓൾട്ടർനേറിയ, കൊളോട്ടോട്രിക്കം, ട്രൈക്കോഡർമ. നെക്സ്റ്റ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ട്രിക്സിലോട്ട് പോകാം. ആദ്യത്തേത് ഫൈക്കോമൈസിറ്റ്സ്. അതിനെങ്ങനെ ട്രിക്കിലൂടെ ഓർത്ത് വെക്കാൻ നോക്കാം. ഫൈക്കോമൈസിറ്റ്സിന്റെ ട്രിക്ക് റാം എന്ന് ഓർത്ത് വെച്ചാൽ മതി. ആർ റൈസോപ്പസ്, എ ആൽബുകോ, എം മ്യൂക്കർ. സോ ഫൈക്കോമൈസിറ്റ്സിന്റെ എക്സാമ്പിൾ അറിയാൻ വേണ്ടിയിട്ട് റാം. നെക്സ്റ്റ് വൺ ആസ്കോമൈസിറ്റ്സ്. ആസ്കോമൈസിറ്റ്സിന്റെ ട്രിക്ക് എന്താ നോക്കാം. സിമ്പിൾ ആയിട്ട് ഈ ട്രിക്കിലൂടെ നമുക്ക് ആസ്കോമൈസിറ്റ്സിന്റെ എല്ലാ എക്സാമ്പിളും അറിയാൻ പറ്റുന്നതാണ്. As per neurology classes, morels and truffles are edible fungi. നമുക്കറിയാം ആസ്പെർ എന്ന് പറയുന്നത് ആസ്പെർഗില്ലസ്, ന്യൂറോളജി ന്യൂറോസ്പോറ, ക്ലാസസ് ക്ലാവിസെപ്സ്, മോറൽസ് ആൻഡ് ട്രഫിൾസ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആസ്കോമൈസിറ്റ്സിനെ അങ്ങനെ പഠിച്ചെടുക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെസിഡിയോമൈസിറ്റ്സ് ആണ്. ബെസിഡിയോമൈസിറ്റ്സിന് നമുക്ക് ബാപ്പു എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബെസിഡിയോമൈസിറ്റ്സ് ബാപ്പു. ബി എന്ന് പറയുന്നത് ബെസിഡിയോ, എ എന്ന് പറയുന്നത് അഗാരിക്കസ്, പി എന്ന് പറയുന്നത് പക്സീനിയ, നെക്സ്റ്റ് പി എന്ന് പറയുന്നത് പഫ് ബോൾ, യു എന്ന് പറയുന്നത് അസ്റ്റിലാഗോ. നെക്സ്റ്റ് വൺ ഡ്യൂട്ടറോമൈസിറ്റ്സ്. ഡ്യൂട്ടറോമൈസിറ്റ്സിന്റെ കോഡാണ് ക്യാറ്റ്. സി ഫോർ കൊളോട്രോട്രിക്കം, എ ഫോർ ഓൾട്ടർനേറിയ ആൻഡ് ടി ഫോർ ട്രൈക്കോഡർമ. കോഡ് ആദ്യം മുതൽ യൂസ് ചെയ്യുന്നവർക്ക് ഇത് പ്രശ്നമല്ല, പക്ഷെ ഇപ്പം കേൾക്കുന്നവർക്കാണെങ്കിൽ ഇതൊരു ചെറിയ ക്രിഞ്ചായിട്ട് തോന്നും. ചെറുതല്ല, വലിയ ക്രിഞ്ചായിട്ട് തന്നെ തോന്നും. പക്ഷെ നമുക്ക് പഠിക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ. നമുക്കൊന്നുകൂടിയും ആ കോഡ് ഒന്ന് നോക്കി വെക്കാം. ഫൈക്കോമൈസിറ്റ്സ് റാം, ആസ്കോമൈസിറ്റ്സ് ആസ് പെർ ന്യൂറോളജി ക്ലാസസ്, മോറൽസ് ആൻഡ് ട്രഫിൾസ് ആർ എഡിബിൾ. ബെസിഡിയോമൈസിറ്റ്സിന്റേതാണ് ബാപ്പു, ഡ്യൂട്ടറോമൈസിറ്റ്സ് ക്യാറ്റ്. ഇതേപോലത്തെ ട്രിക്സ് ഇഷ്ടപ്പെട്ടവർ, യൂസ്ഫുൾ ആയവർ കമന്റിലൂടെ ഒന്ന് അറിയിക്കണേ. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ട്രിക്സ് കമന്റിലൂടെ ഒന്ന് അറിയിക്കുക. കാരണം നിങ്ങളുടെ കമന്റ് കാണുമ്പം വീഡിയോ എടുക്കുന്ന എനിക്ക് ആ വലിയൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയും ഇതേപോലെ നല്ല നല്ല ട്രിക്സ് ആയിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ട്രിക്സ് താഴെ കമന്റിൽ അറിയിക്കുന്നത് കാണുന്നവർക്ക് ഉപകാരപ്പെടും. ഒന്നോ രണ്ടോ പേരാ കാണുന്നതെങ്കിലും അവർക്കെങ്കിലും ഉപകാരപ്പെടും. നിങ്ങൾക്കിത് ആവശ്യമുള്ളവർ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമുക്ക് ഉപകാരപ്പെടും.
ഇതേപോലത്തെ ട്രിക്സ് ഇഷ്ടപ്പെട്ടവർ, യൂസ്ഫുൾ ആയവർ കമന്റിലൂടെ ഒന്ന് അറിയിക്കണേ. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ട്രിക്സ് കമന്റിലൂടെ ഒന്ന് അറിയിക്കുക. കാരണം നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ വീഡിയോ എടുക്കുന്ന എനിക്ക് ആ വലിയൊരു സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയും ഇതേപോലെ നല്ല നല്ല ട്രിക്സ് ആയിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ട്രിക്സ് താഴെ കമന്റിൽ അറിയിക്കുന്നത് കാണുന്നവർക്ക് ഉപകാരപ്പെടും. 1-2 പേരാ കാണുന്നതെങ്കിലും അവർക്കെങ്കിലും ഉപകാരപ്പെടും. സോ നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് കമന്റിലൂടെ അറിയിക്കുക. ഇനിയും നല്ല നല്ല യൂസ്ഫുൾ ആയ വീഡിയോസ് ചാനലിലൂടെ ഷെയർ ചെയ്തു തരാം. നമ്മുടെ ചാനലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ.